ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും സ്ത്രീകളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കുടുംബമാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഭാര്യയും ഭർത്താവും ഒരേപോലെ ജോലിക്ക് പോകുന്നവരാണെങ്കിലും 4 മണിയാവുമ്പോഴേക്കും സ്ത്രീ തിരിച്ചു വരണം, അല്ലേ? കാരണം എന്താ, മക്കൾ സ്കൂളിട്ട് വരും, അപ്പോഴേക്കും വീട്ടിലെത്തേണ്ടത് അമ്മയാണ്. അമ്മയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളും ഇതും ഒക്കെ ഒരുക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇനി സാധാരണ സ്കൂളുകളിലും ഇതിലും ഒക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും പോട്ടെ, അത് മാത്രമല്ല, നിങ്ങൾ ഏത് മേഖലയിൽ പെട്ട സ്ത്രീ ആണെങ്കിലും നിങ്ങളുടെ പ്രാഥമിക കർത്തവ്യം എന്ന് പറയുന്നത് വീടും കുടുംബവും നോക്കലാണ് എന്നും നമ്മൾ അറിയാതെ നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ചെറുപ്പത്തിൽ കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്. അത് ഇന്ദിരാഗാന്ധിയെക്കുറിച്ചിട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധി അന്ന് റേഷൻ വിഹിതം വെട്ടിക്കുറച്ചപ്പം അതിനെതിരെ മുദ്രാവാക്യം വിളിച്ച ആൾക്കാർ വിളിച്ചൊരു മുദ്രാവാക്യമാണ്. അവർ പറയുന്നത്, ഇന്ദിര നീ ഒരു പെണ്ണല്ലേ, 4 ഔൺസ് എങ്ങനെ വെച്ച് വിളമ്പും എന്നാണ്. ഔൺസ് എന്ന് പറയുന്ന അരിയുടെ അന്നത്തെ അളവറ്റ ആയിരിക്കും. അപ്പോൾ ആ അരി വിഹിതം വെട്ടിക്കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നത് ഇന്ദിരാഗാന്ധിയോട്, അതായത് നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ മന്ത്രിയായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുന്ന മന്ത്രിയോട് ചോദിക്കുന്നത്, ഇന്ദിര നീ ഒരു പെണ്ണല്ലേ, പെണ്ണായി കഴിഞ്ഞാൽ എന്ത് വേണം, നമുക്ക് വെക്കാനും വിളമ്പാനും ഒക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ വെക്കാനും വിളമ്പാനും അറിയുന്ന ഒരാൾ എന്തുകൊണ്ടാണ് റേഷനരി വിഹിതം വെട്ടിക്കുറച്ചത് എന്നാണ് ചോദ്യം. ഇന്ദിര നീ ഒരു പെണ്ണല്ലേ, 4 ഔൺസ് എങ്ങനെ വെച്ച് വിളമ്പും എന്നാണ്. അപ്പോൾ പെണ്ണായി കഴിഞ്ഞാൽ ഏത് കൊമ്പത്തെ പ്രധാനമന്ത്രി ആയാലും വേണ്ടിയില്ല, അവളുടെ ആദ്യത്തെ കർത്തവ്യം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ചുമതലകൾ നോക്കലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമുക്കറിയാം ചില മാറ്റങ്ങളൊക്കെ കുടുംബത്തിനകത്ത് വന്നിട്ടുണ്ടോ, ഞങ്ങളുടെ വീട്ടിലിങ്ങനെയൊന്നും അല്ല എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം ഞങ്ങളുടെ ക്യാമ്പസിൽ തന്നെ ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള അധ്യാപകരുണ്ട്. അപ്പോൾ മാർച്ച് 8-ന് ഇതേപോലെ നമ്മൾ വനിതാ സെമിനാറൊക്കെ നടത്തുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ സാറിനെ സംസാരിക്കാനായിട്ട് ക്ഷണിച്ചപ്പോൾ സാറ് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ ഈ ഫെമിനിസത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ല, ഞാൻ എൻ്റെ ഭാര്യയെ സഹായിക്കാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പക്ഷേ ഇതിനേക്കാൾ സെൻസുള്ള കക്ഷിയായിരുന്നു ഭാര്യ. അതുകൊണ്ട് ഭാര്യ തിരിച്ചു വന്ന് ചോദിച്ചത്, നിങ്ങൾ എന്നെ അതായത് ഭർത്താവ് ഭാര്യയെ സഹായിക്കാറുണ്ട്, ഭാര്യ ആരെയാണ് സഹായിക്കുന്നത് എന്നാണ്. അതായത് ആണുങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിലും അത് സഹായം മാത്രമാണ്, ഒരിക്കലും അവരുടെ ഉത്തരവാദിത്തമാവുന്നില്ല. ഉത്തരവാദിത്തം എപ്പോഴും സ്ത്രീയുടേതും അങ്ങനെ എന്തെങ്കിലും ചെറിയ പണികളൊക്കെ അരിഞ്ഞു കൊടുക്കൽ, അല്ലേ, കറിക്ക് അരിഞ്ഞു കൊടുക്കൽ, അങ്ങനെയാണ് അവർ പറഞ്ഞത്, ഞാൻ എൻ്റെ ഭാര്യയെ സഹായിക്കാറുണ്ടെന്ന്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ആരെയാണ് ഞാൻ സഹായിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരേപോലെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കിടയിൽ പോലും രണ്ടുപേരുടെയും കൂട്ട ഉത്തരവാദിത്വമായിട്ട് കുടുംബം മാറാത്തത് എന്നുള്ളതിന് കാരണം ഈ പറഞ്ഞ സ്ത്രീയെ സംബന്ധിച്ച സാമ്പ്രദായിക സങ്കല്പങ്ങളിൽ ഒരു മാറ്റവും ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള സൂചന തന്നെയാണ്. അപ്പം ഇവർ തന്നെ ഇതേപോലെ തന്നെ വേറെ ഒരു ടീച്ചർ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. ആ ടീച്ചറുടെ ഭർത്താവും അവരും ജോലി ചെയ്യാൻ. അപ്പോൾ അമ്മായിയമ്മക്ക് സുഖമില്ലാതെയായി. അപ്പോൾ അമ്മായിയമ്മയെ നോക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ ലീവ് എടുത്ത് ഇരിക്കണം. അങ്ങനെ ടീച്ചർ ലീവ് എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ലീവിനിടയ്ക്ക് ടീച്ചർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം വന്നു. അങ്ങനെ അന്ന് ടീച്ചർ പുറത്ത് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അന്ന് പകരമായിട്ട് മാഷ് ലീവ് എടുത്ത് വീട്ടിലിരുന്നു. അന്ന് അമ്മയെ കാണാനായിട്ട് വന്ന മുഴുവൻ കുടുംബക്കാരോടും അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ന് ആരാന്നറിയോ എനിക്ക് ചായ ഇട്ട് തന്നത്? എൻ്റെ ജോസൂട്ടനാണ്. അതായത് അപ്പോൾ ടീച്ചർ പറയുന്ന അതാണ്, എത്രയോ ദിവസങ്ങളായി ഞാൻ ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നുണ്ട്. നമ്മൾ ചായ ഇട്ട് കൊടുക്കുന്നതെന്നാണ് നിർത്തിയത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ എത്ര ദിവസം ഞാൻ അവരുടെ കാര്യങ്ങൾ നോക്കി, എത്ര ദിവസം ചായ ഇട്ട് കൊടുത്തു. പക്ഷെ ഒരു പരാമർശം പോലും അർഹിക്കാത്ത ഒന്നായിട്ടാണ് സ്ത്രീകളുടെ വീട്ടിലുള്ള ജോലി എന്ന് പറയുന്നത് മാറുന്നത് എന്നുള്ളതാണ്. ഈ സാമ്പത്തിക വിദഗ്ധരും അങ്ങനെയാണ് ഇതിനെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എംഗൽസൊക്കെ ഇതിനെ കാണാപ്പണികൾ എന്നാണ് വിളിച്ചത്. ഒരിക്കലും അത് കൂലിയില്ലാത്തത് കൊണ്ട് തന്നെ
ഒരിക്കലും അത് അധ്വാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. എപ്പോഴും അധ്വാനം എന്ന് പറയുന്നത് പുരുഷൻ്റെ തൊഴിൽ മാത്രം, അല്ലെങ്കിൽ വീട്ടുജോലി എന്ന് പറയുന്ന അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ കാണാപ്പണികൾ എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കുടുംബത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ് എന്നുള്ളത് മാത്രമല്ല, ഏത് നിലകളിൽ പോയാലും സ്ത്രീകളുടെ പ്രാഥമിക കർത്തവ്യം, സ്ത്രീകൾ എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് ഈ നിലക്കാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക. നിങ്ങൾ ഒരു പക്ഷേ കുറച്ച് മുമ്പാണ് അമിതാഭ് ബച്ചൻ മകളെ അമിതാഭ് ബച്ചൻ മകനെ കല്യാണം കഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഐശ്വര്യ റോയിയുടെ വീട്ടിൽ പോയതിനെ കുറിച്ച് ഈ ഗൃഹലക്ഷ്മി പോലെയുള്ള മാസികകൾ റൈറ്റപ്പുകൾ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഈ അമിതാഭ് ബച്ചൻ വീട്ടിൽ വന്ന സമയത്ത് ഐശ്വര്യ റോയ് തന്നെ പോയിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നും ആ ഭക്ഷണത്തെ അഭിനന്ദിച്ചുകൊണ്ട് അമിതാഭ് ബച്ചൻ സംസാരിച്ചു എന്നുമാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണക്കാർ ജോലി ചെയ്യുന്ന പോലെയല്ല ഫിലിം സ്റ്റാർസ് ജോലി ചെയ്യുന്നത്. പലപ്പോഴും 24 മണിക്കൂർ വരെ ജോലി എടുക്കേണ്ടി വരുന്ന അവസ്ഥ അവർക്കുണ്ട്. പിന്നെ നമുക്കറിയാം, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നായികയാണ് അവർ എന്നുണ്ടെങ്കിലും അവർ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കപ്പെട്ട ഒരു സംഗതിയായിട്ട് ഇത്തരം മാസികകൾ എടുത്ത് കാണിച്ചിട്ടുള്ളത് അവരുടെ അടുക്കളയിലുള്ള കുക്കിങ്ങിലുള്ള വൈദഗ്ധ്യമാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കുടുംബത്തിനകത്ത് ഇങ്ങനെ സ്ത്രീ ഇതാവുന്നു എന്നുള്ളത് മാത്രമല്ല, ഇനി ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ ആ പുറത്തേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മൾ അതായത് കുടുംബത്തിന് പുറത്തുള്ള മൂല്യങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തിനകത്തുള്ള മൂല്യങ്ങളെ ഓളം തന്നെ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ ഈ പൊതു ഇടം എന്നുള്ള ഒരു ആശയം, അതിൻ്റെ പ്രത്യേകതകൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പലപ്പോഴും ഗാർഹിക ഇടം, പൊതു ഇടം എന്ന് രണ്ടായിട്ട് സൊസൈറ്റിയെ തിരിക്കുകയും സ്ത്രീ എപ്പോഴും സുരക്ഷിതയായിരിക്കുക ഗാർഹിക ഇടത്തിലാണ് എന്നുള്ള ഒരു സംഗതിയും നമുക്ക് സാമാന്യമായിട്ട് ഇതിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ തന്നെയും ഇപ്പോഴും അതേപോലെ തുടരുന്നുണ്ട് എന്നുള്ളതൊന്നല്ല കേട്ടോ. ഇതിനെ പലതരത്തിൽ ചോദ്യം ചെയ്യുന്ന, കളിയാക്കുന്ന തരത്തിലൊക്കെയുള്ള ധാരാളം നറേഷൻസ് നമുക്ക് സിനിമകളിലായാലും നോവലുകളിലായാലും കഥകളിലായാലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം വെറുതെ ഒരു ഭാര്യ, കുറച്ച് മുമ്പുണ്ട ഒരു സിനിമയാണ്, എന്നാലും നമ്മളെല്ലാവരും അതിൽ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഭർത്താവ് എത്ര നാണമില്ലാതെയാണ് അതിൽ അധികാരങ്ങൾ പ്രയോഗിക്കുന്നത് എന്നുള്ളത്. അതായത് ഇവർ ചോദിക്കുന്ന അതാണ്, എന്തുകൊണ്ടാണ് ഒരേപോലെ തൊഴിലെടുക്കുന്ന വ്യക്തികൾ ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ട് ഭാര്യ രാവിലെ അടുക്കളയിലേക്കും ഭർത്താവ് പേപ്പർ വായിക്കാനും പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ അതിൽ ഭർത്താവ് പുറത്ത് പേപ്പർ വായിക്കാൻ പോയിരുന്നിട്ട് വിളിച്ചു പറയും, ബിന്ദുവോ ഒരു ചായ അല്ലേ. അപ്പോൾ പക്ഷെ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ തരത്തിൽ ഉറക്ക ചായക്ക് വിളിച്ച് ചോദിക്കാനൊക്കെ ആണെങ്കിൽ ചെറിയ മടി ഉണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഇതേപോലെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതേപോലെ ഇങ്ങനെ ചായ എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ അവരെ മകൾ തന്നെ വന്നിട്ട് പറയും, ബിന്ദു സുഗുണനൊരു ചായ കൊടുക്കുന്നു. അപ്പം അതിങ്ങനെ അയാൾക്ക് ചെറിയ ക്ഷീണമായിട്ട് ഈ തരത്തിൽ ഉറക്കെ വിളിച്ചു ചോദിക്കുന്ന പരിപാടി നിർത്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ സിനിമ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു ആശയമാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിലും സ്ത്രീകൾ കുടുംബത്തിനകത്തുള്ള എല്ലാ ജോലിയും അവർ പറയുന്ന തരത്തിൽ തന്നെ തീർക്കേണ്ടവളാണ് എന്നുള്ള സങ്കല്പത്തിനൊക്കെ ചെറിയ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ സിനിമയിൽ നമുക്ക് അറിയാം, ആ തരത്തിൽ കുടുംബം എന്ന് പറയുന്ന ഒരു സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കുന്ന സിനിമകൾ തന്നെ വളരെ കുറഞ്ഞ് ആ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ ആ തരത്തിലുള്ള മാറ്റങ്ങൾ അധികം ഉണ്ടായിട്ടുണ്ടോ, നമ്മളെല്ലാവരും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണോ എന്നുള്ളത് നമുക്ക് സ്വയം ആലോചിച്ചാൽ അറിയാം. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ എക്സെപ്ഷൻസ് വെച്ചിട്ട് നമുക്കതിനെ സാമാന്യവൽക്കരിക്കാനാവില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുണ്ടെങ്കിലും പൊതുവേ സൊസൈറ്റിയിൽ ഇങ്ങനെ
കുടുംബം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിപ്പോഴൊന്നും തുടങ്ങിയതല്ല, വളരെ മുമ്പ് തന്നെ ഈ സ്ത്രീവാദ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ ശക്തി ആർജിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇപ്പം ഈ 1930കളിൽ സ്ത്രീവാദ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയൊരു ചർച്ച എന്ന് പറയുന്നത് സ്ത്രീകൾ പുറത്തു പോയി ജോലി ചെയ്യേണ്ടതുണ്ടോ എന്നായിരുന്നു. 1930കളിലാണ് ഇത് നടക്കുന്നത് എന്ന് ആലോചിക്കണം. വളരെ സ്വാഭാവികമായിരിക്കും ഒരുപക്ഷെ ഈ ചർച്ച. അന്ന് കെ ചിന്നമ്മയെ പോലെയൊക്കെയുള്ള സ്ത്രീവാദികൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അവർക്ക് പോലും അന്ന് അങ്ങനെ പറയാൻ പറ്റിയിരുന്നുള്ളൂ എന്നുള്ളതാണ്. കെ ചിന്നമ്മയെ പോലെയുള്ളവർ പറയുന്നത് സ്ത്രീകൾക്ക് ചില സവിശേഷമായ കഴിവുകളുണ്ട്. ജന്മനാ തന്നെ സ്ത്രീകൾക്ക് ചില കഴിവുകളുണ്ട്, ഗുണങ്ങളുണ്ട്. അതിനെ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള ജോലികളിൽ സ്ത്രീകൾ പുറത്തുപോയി ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് രാഷ്ട്രതന്ത്രം, അതേപോലെ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ അതായത് സ്കൂളുകളിലും നിയമനിർമ്മാണ സഭയിലുമൊക്കെ തന്നെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടെ കെ ചിന്നമ്മയെ പോലെയുള്ളവർ പറയുന്നത്. അതായത് സ്ത്രീകൾ പുറത്തിറങ്ങി പോയി ജോലി ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതിന് പൊതുവെ പോവേണ്ടതില്ല എന്നും ഇത്തരത്തിലുള്ള ചില മേഖലകളിൽ സ്ത്രീകൾ പോവേണ്ടതുണ്ട് എന്നുള്ളതുമാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള. പക്ഷെ അന്നത്തെ ദിനത്ത് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ത്രീ വിഭാഗങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു ചർച്ച സ്ത്രീകൾ പുറത്തിറങ്ങിപ്പോയി ജോലി ചെയ്യണോ വേണ്ടേ എന്ന് പറഞ്ഞ് ഇവിടെ ചർച്ച നടക്കുമ്പോൾ തന്നെ ദളിത് സ്ത്രീകൾ പറയുന്നത് ഞങ്ങൾ ജോലിയെടുത്ത് മടുത്തിരിക്കുന്നവരാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ സംബന്ധിച്ചുള്ള സാമാന്യമായിട്ടുള്ള ഒരു പ്രസ്താവവും നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾ പുറത്തിറങ്ങിപ്പോയി ജോലി ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതിന് ഉത്തരമായിട്ട് ഇങ്ങനെ പ്രത്യേകമായ കഴിവുകളെ പോഷിപ്പിക്കുന്നിടത്ത് മാത്രം അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നിടത്തോളം സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടം വീടാണ് എന്ന് നമ്മൾ കണക്കാക്കുന്നു എന്നുള്ള. അപ്പം നമുക്കറിയാം വീട്ടിലിരുന്ന പെൺകുട്ടികൾ സുരക്ഷിതരാണ് എന്ന് നമ്മൾ കരുതുമ്പോഴും വീട്ടിനകത്ത് തന്നെ പലതരത്തിലുള്ള അതിക്രമണങ്ങളെ സ്ത്രീകൾ നേരിടുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങി പോയിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ സ്ത്രീകൾ നേരിടുമ്പം എന്താണ് ആൾക്കാർ പറയുക? അല്ലെങ്കിൽ എന്തിനാണ് ആ കുട്ടി ആ നേരത്ത് പുറത്തിറങ്ങിപ്പോയത് എന്നാണ് പറയുക. അപ്പം നമുക്കറിയാം ഡൽഹി റേപ്പ് കേസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തി ഇതിനെതിരെ വലിയൊരു അഭിപ്രായം രൂപീകരിച്ച് ഒരു കേസാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിന് എതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കുമ്പം അരുണ ആസിഫ് അലി പറയുന്നുണ്ട്, ഈ ഒരു കേസിലെങ്കിലും ആ പെൺകുട്ടിയെ കുറ്റം പറയുന്ന ഒരു പറച്ചിൽ കേൾക്കാതിരിക്കും എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ്. എപ്പോഴും ഇങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന അല്ലെങ്കിലും അവളുടെ വസ്ത്രരീതി തീരെ ശരിയില്ല, അങ്ങനെ ആണുങ്ങളെ ഇങ്ങനെ മോഹിപ്പിക്കാൻ നടന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള തരത്തിൽ പെൺകുട്ടികൾക്ക് തന്നെയാണ് പലപ്പോഴും അവിടെ കുറ്റം ചാർത്തി കൊടുക്കുന്നത് എന്നുള്ള. അപ്പം ഈ ഒരു കേസിലെങ്കിലും പെൺകുട്ടിയെ കുറ്റം പറയുന്ന ഒരു രീതി ഒഴിവാകും എന്ന് വിചാരിച്ച് ഇവർ സമരം ശക്തമായി നടത്തുമ്പോഴുണ്ട് ആ ബാരിക്കേഡുകൾ എടുത്തു വെക്കുന്ന പോലീസുകാരൻ പറയുന്നു, അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് അവൻ്റെ ഒപ്പം ഇറങ്ങി നടന്നിട്ട് ഇങ്ങനെ സമരം ചെയ്ത് കരഞ്ഞു വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നാണ് പറഞ്ഞത്. അതായത് ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയാണെങ്കിലും അതിൻ്റെ കുറ്റകരമായിട്ടുള്ള ഉത്തരവാദിത്വം, അതിൻ്റെ എല്ലാ തരത്തിലുള്ള കുറ്റവും സ്ത്രീയുടെ മേലിൽ തന്നെ ചുമത്തുന്ന തരത്തിലാണ് നമ്മുടെ സൊസൈറ്റിയുടെ സാമാന്യ ബോധം ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന ആശയം സ്ത്രീകൾ കുടുംബത്തിനകത്ത് ജീവിക്കേണ്ടവളാണെന്നും ഏതെങ്കിലും തരത്തിൽ അതിന് പുറത്തേക്കുള്ള നീക്കം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം ഈ കുടുംബത്തിന് എല്ലാ അർത്ഥത്തിലും, അതായത് കുടുംബത്തിന് പുറത്തേക്ക് വന്നാൽ പോലും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചാൽ പോലും പലപ്പോഴും സ്ത്രീകൾ അറിയപ്പെടുന്നത്
ഭർത്താവിൻ്റെ പേരിലാണെന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയും ഭാസ്കരേട്ടൻ്റെ വിധവയാണ് പോണത് എന്ന്. അപ്പം ഭാസ്കരേട്ടൻ മരിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഭാസ്കരേട്ടൻ്റെ വിധവ എന്ന് തന്നെയാണ് പലപ്പോഴും. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ആരും പറയാറില്ല ഇയാളുടെ അല്ലെങ്കിൽ അതിന് തക്ക വാക്ക് പോലും നമുക്കില്ല എന്നാണ് പറയുന്നത്. ഭർത്താവ് മരണപ്പെട്ട ഭാര്യക്ക് നമ്മൾ വിധവ എന്ന് പറയും. ഭാര്യ മരിച്ചു പോയാൽ ആണുങ്ങൾക്ക് എന്താ പറയുക? അങ്ങനെ വാക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറില്ല. വിധുരൻ എന്നാണ് വാക്ക്. നമുക്കറിയാം ആ വാക്ക് തന്നെ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ സാഹിത്യത്തിലൊക്കെ ആ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം മാരാരുടെ ഒരു ലേഖനത്തിൻ്റെ പേര് മലയാളത്തിലെ വിധുര വിലാപ കാവ്യങ്ങൾ എന്നാണ്. അതായത് ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഈ വിലാപകാവ്യമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നത്. അപ്പം പക്ഷേ നമ്മൾ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പുരുഷൻ്റെ പേരിൽ നമ്മൾ സ്ത്രീയെ അടയാളപ്പെടുത്തുമ്പോഴും ഒരിക്കലും സ്ത്രീയുടെ പേരിൽ പുരുഷനെ അടയാളപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നില്ല. എപ്പോഴും നമ്മൾ ഇപ്പം സ്ത്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയാം സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, കാമുകിയാണ്. ഇവിടെയൊക്കെ തന്നെയും ആണുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്ത്രീയെ നിർവചിക്കുന്ന ഒരു രീതിയാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു രീതി നമ്മളിപ്പം ഇവിടെ തുടർന്ന് വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ശരിയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. കുടുംബത്തിനകത്ത് മാത്രം ജീവിക്കേണ്ടവളല്ല സ്ത്രീ. കുടുംബത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വവും ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ത്യാഗവും സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവേണ്ടവളല്ല എന്നുള്ളതെന്നറിയാം. പക്ഷെ ആരാണ് ഇതിന് ഉത്തരവാദികൾ? അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ബലാത്സംഗം ചെയ്യപ്പെടേണ്ടവളാണ് പെൺകുട്ടി, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ അതിൻ്റെ കുറ്റകരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പെൺകുട്ടിക്കാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും എന്താണ് ഇതിൻ്റെ, നമ്മൾ എന്തുകൊണ്ടാണ് ആൺകുട്ടികളെ കുറിച്ച് ഒരിക്കലും ചോദിക്കാത്തത്? ഇപ്പം ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും എന്തുകൊണ്ട് അവൻ ഇത് ചെയ്തു എന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ തന്നെയാണല്ലോ ഈ തരത്തിൽ ആൺകുട്ടികളും. പക്ഷെ എന്തുകൊണ്ടാണ് അവനെ നമ്മൾ ചോദ്യം ചെയ്യാത്തതും? പെൺകുട്ടികൾക്കെല്ലാം തന്നെ ഈ തരത്തിലുള്ള കുറ്റം ചാർത്തപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ആലോചിച്ചാൽ അതിൻ്റെയൊക്കെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണെന്നാണ് ഞാൻ പറയുക. കാരണം കുടുംബത്തിനകത്ത് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വളർത്തുന്ന രീതി തന്നെയാണ് ഇതിൽ നമ്മൾ ആദ്യം പുനരാലോചിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, പെൺകുട്ടി പുറത്തിറങ്ങി പോയിട്ട് ഞാൻ ഒന്ന് ടൗണിൽ പോയി വരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മാത്രമേ പെൺകുട്ടികളെ വിടുള്ളൂ. നേരെ മറിച്ച് ഒരു ആൺകുട്ടിയാണ് വീട്ടിലിരിക്കുന്നതെന്നുണ്ടെങ്കിലോ പലപ്പോഴും അമ്മയ്ക്ക് ടെൻഷനാണ്. എന്നിട്ട് നമ്മളോടൊക്കെ വന്നിട്ട് പറയും എന്താണെന്നറിയില്ല, അവൻ 3-4 ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അപ്പോൾ അവൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, ഇതൊന്നും നമ്മൾ കുടുംബത്തിനകത്ത് അന്വേഷിക്കുന്നേ ഇല്ല. പകരം ഒരു പെൺകുട്ടി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് വെറുതെ പോയി വരാൻ പോലും നമ്മൾ അനുവദിക്കുന്നുമില്ല. അപ്പം ആൺകുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. അവർ വീട്ടിനകത്തിരുന്നാലാണ് നമുക്ക് ടെൻഷൻ. അപ്പം നമുക്കറിയാം വീട്ടിനകത്ത് ആൺകുട്ടികൾക്ക് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വീട്ടിൽ നമ്മൾ ചോറും കറിയൊക്കെ എടുത്തു വെക്കുമ്പം അതിൻ്റെ ഇടയിൽ അവൻ പറയുകയാണ് എനിക്ക് ഈ കറി ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തട്ടിക്കളഞ്ഞാൽ പോലും അവൾ പറയും അവൻ വലിയ ആളായി, അവൻ മുതിർന്ന ആളായി എന്നാണ് നമ്മൾ പറയുക. അത്രയും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും സ്ത്രീകൾക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞാൽ അവനെയും കൂട്ടി പോയിക്കോ. അപ്പം അവൻ എത്ര ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവനെയും കൂട്ടി പോവുക എന്നുള്ളത്, അവൻ സംരക്ഷകനാണ്, അവൻ നമ്മളെയൊക്കെ മേലെ നിൽക്കുന്ന ആളാണ് എന്നുള്ളൊരു ബോധം എന്ന് പറയുന്നത് എപ്പോഴും കുടുംബത്തിനകത്ത് പുരുഷൻ അല്ലെങ്കിൽ വളർന്നു വരുന്ന ആൺകുട്ടിക്ക് നമ്മൾ അറിയാതെയെങ്കിലും അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കുടുംബത്തിനകത്ത് ഈ തരത്തിൽ അധികാരത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രിവിലേജസോട് കൂടിയിട്ട് വളർന്നു വരുന്ന ഒരു ആൺകുട്ടിക്ക് പുറത്തുള്ള ഏത് പെൺകുട്ടിയുടെ മേലും ഈ തരത്തിലുള്ള അധികാര പ്രയോഗത്തിനുള്ള സാധ്യതയും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ആൺകുട്ടികളെ വീട്ടിൽ അടക്കി ഒതുക്കി വളർത്തണം,
പെൺകുട്ടികളെ എല്ലാ സാഹസിക പ്രവൃത്തികളെയും നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. ഈ തരത്തിൽ മാത്രമേ നമുക്ക് ഈ കുടുംബവും സമൂഹവും തമ്മിലുള്ള ഈ ഒരു വൈരുദ്ധ്യത്തെ പരമാവധി കുറച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.